ഒരു പിഞ്ചു കുഞ്ഞ് അതിദാരുണമായ 51ഓളം മുറിവുകളോടുകൂടി മരിച്ചുപോയി എന്നുള്ള വാർത്ത സമൂഹ മനസ്സാക്ഷിയെ തീർത്തും ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വാച്ച് ഡോഗായി, നമ്മുടെ സമൂഹം ഒരു വാച്ച് ഡോഗായി അല്ലെങ്കിൽ ഒരു വേട്ടപ്പെട്ടിയെ പോലെ നോക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. നമുക്ക് സർക്കാരിന് തന്നെ ആശാപ്രവർത്തകരുണ്ട്, അംഗൻവാടി പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. ഇങ്ങനെയൊരു വാച്ച് ഡോഗ്, അതായത് നമുക്ക് 250 കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ 500 കുടുംബങ്ങൾക്ക് 1000 കുടുംബങ്ങൾക്കൊക്കെ വെച്ച് നമുക്ക് റെപ്രസെൻറ്റേറ്റീവുകൾ നമ്മുടെ കുടുംബങ്ങളുണ്ട്. പിന്നെ രാഷ്ട്രീയ മറ്റ് തലങ്ങളിലാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ, മറ്റു തലങ്ങളിലെല്ലാം ഒരുപാട് അടിസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാടുണ്ട്. ഇവരൊരു വാച്ച് ഡോഗായിട്ട് വർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു പ്രതിഫലം കൊടുത്താലും കുഴപ്പമില്ല. എല്ലാ വീടുകളിലും എന്തായാലും കയറുന്നുണ്ട്. കയറുമ്പോഴത്തേക്ക് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ സ്ഥിതികൾ ഇതെല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യിക്കേണ്ട ഒരവസ്ഥയുണ്ട്. ആൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും സൂക്ഷ്മമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനൊരു മുറിവേറ്റോ എന്നൊക്കെയുള്ളത് ഒരാളുടെ ഒബ്സർവേഷനിൽ പെടാതെ 51ഓളം മുറിവുകൾ ഈ കുഞ്ഞിന് പല സമയത്തായിട്ട് പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹ മനസ്സാക്ഷി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ ആരും കണ്ടില്ലേ? കുഞ്ഞിനെ ഒളിപ്പിച്ചാണോ വെച്ചിരുന്നത്? ഒരു കുഞ്ഞല്ലേ, എന്തായാലും കാണാതിരിക്കാനൊക്കത്തില്ല. അതിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൽവാസികൾ ആരും ശ്രദ്ധിച്ചില്ലേ? അതിന് വാമൂടിയിട്ടാണ് അതിനെ ഉപദ്രവിച്ചെന്ന് പറയുന്നത്. വളരെ ക്രൂരമായി പോയ ഒരു ഉപദ്രവമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വാച്ച് ഡോഗായിട്ട് നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഈ നരാധമനെ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം മനസ്സാക്ഷിയെ നമ്മൾ വേദനിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയിൽ വേദനിക്കുന്നു. നമുക്ക് ആർക്കും അതിനകത്തൊരു കരുതൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ഭരണകൂടങ്ങൾ ഉണർന്നിട്ട് നമ്മുടെ ആശാപ്രവർത്തകരും അല്ലെങ്കിൽ അംഗൻവാടി പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ അടിസ്ഥാന തലത്തിൽ സർക്കാരിന് തന്നെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. നിങ്ങളിങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴേക്ക് അവരെ ഒന്ന് ഓരോ വീടാന്തരം ഇത്രത്തോളം വീടുകൾ കയറണം എന്നൊക്കെയുള്ള നിബന്ധനകളുള്ള പരസ്പരം നെറ്റ്വർക്കിൽ ഇത് വർക്ക് ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അവസാനിപ്പിക്കണം. ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനൊരു ഗതി ഉണ്ടാവരുത്. അത് നമുക്ക് സമൂഹത്തിലൊരു ഒരു ഒരു തീരാത്ത കളങ്കമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് മരണപ്പെട്ടു പോയി. അത് ആ പിഞ്ചു കുഞ്ഞ് എത്രമാത്രം തീവ്ര വേദന അനുഭവിച്ചു എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പോലും കഴിയത്തില്ല. അത്രയും ലജ്ജാകരമാണ്. ഇപ്പോൾ ഡ്രഗ്സും ഒക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഈ ഉപദ്രവിക്കുന്ന ഒന്നും നോർമൽ ബുദ്ധിയിലൊന്നും ആയിരിക്കണമെന്നില്ല. നോർമൽ ബുദ്ധിയുള്ള അല്ലെങ്കിൽ സാധാരണ ബുദ്ധിയുള്ള ഒരു വൈകാരിക ബുദ്ധിയുള്ള ഒരുത്തനും ചെയ്യാൻ കഴിയാത്ത വാദകങ്ങൾ ചെയ്യുന്നതെല്ലാം ഇത്തരം ഡ്രഗ്സിൻ്റെയും ഒക്കെ അഡിക്ഷനിലാണ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇപ്പോഴത്തെ പുതിയ ഭരണകൂടം ഇതിൻ്റെ ലഹരികൾക്കെതിരെയൊക്കെ ഒരുപാട് നടപടികൾ എടുക്കുന്നുണ്ട്. ലഹരിയുടെയൊക്കെ ഇതിലാണ് അമ്മയെ കൊല്ലുന്നതും അച്ഛനെ കൊല്ലുന്നതും ഇത്രയും തീരെ കുഞ്ഞു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതൊക്കെ ലഹരിയുടെ അടിമത്തത്തിലാണ്. ലഹരി വിളിച്ചെന്ന് കഴിയുമ്പോൾ ഇവൻ ചെയ്യുന്നതൊന്നും എന്താണെന്ന് പോലും അവൻ അറിയത്തില്ല. നമ്മളിപ്പോൾ വാഹനം ഓടിച്ച് പോകുമ്പോഴും നമുക്ക് ഭീതിപൂർവ്വം ഓടിക്കാനൊക്കത്തുള്ളൂ. ആരെങ്കിലും ഓവർടേക്ക് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലഹരിക്കടിമയാണോ എന്നറിയില്ല. ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വാച്ച് ഡോഗായിട്ട് നമുക്ക്